ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമാ വിവാദത്തിൽ സുരേഷ് ഗോപിക്ക് അമർഷമുണ്ടെന്നും പക്ഷേ അദ്ദേഹം അത് പുറത്തു പറയുന്നില്ലെന്നും ജി സുരേഷ് കുമാർ സിനിമയുടെ പ്രദർശനം നിഷേധിക്കുന്നതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകി. AMMA, ഫിഫ്ക, നിർമ്മാതാക്കളുടെ അസോസിയേഷൻ എന്നിവർ സംയുക്തമായി തയ്യാറാക്കിയ നിവേദനമാണ് നൽകിയത്. സെൻസർ ബോർഡ് JSK വിഷയത്തിൽ അമിത ജാഗ്രത കാണിക്കുന്നു. സെൻസർ ബോർഡിലെ ചിലർ സെൻസ് ഇല്ലാതെ പെരുമാറുന്നതാണ് പ്രശ്നമെന്നും ജി സുരേഷ് കുമാർ പറഞ്ഞു. അല്ല, മൗരം അദ്ദേഹത്തിന് അമർഷമുണ്ട്, പക്ഷെ അദ്ദേഹം അത് വെളി പ്രകടിപ്പിക്കാത്തതാണ്. അത് വെറുതെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടല്ലേ. അത് തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാൻ പാടില്ല. സുരേഷ് ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ സുരേഷ് ഒരു മന്ത്രിസഭയുടെ ഭാഗമായിട്ടിരിക്കുന്ന ആളാവുമ്പോഴത്തേക്കും സുരേഷ് അത് സംസാരിക്കാൻ പാടില്ല. സുരേഷിന് വേണ്ടിയിട്ട് ഞങ്ങളൊക്കെ സംസാരിക്കും അല്ലേ. ആദിൽ പാലോട് നമുക്കൊപ്പം ചേരുകയാണ്. വെൽക്കം ബാക്ക് ആദിൽ പാലോട്. നമ്മൾ ഇപ്പോൾ കേട്ടതുപോലെ എന്തുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം നായകനായ സിനിമയുടെ കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല? വലിയ ചോദ്യമായി അത് ഇപ്പോൾ കേരളത്തിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് N നഗരേഷ് ഈ സിനിമ കാണുകയും ചെയ്തിരിക്കുന്നു, അക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോവുകയുമാണ്. ഇവിടെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ചും ഈ സെൻസർ ബോർഡിന്റെ ഒരു അമിത ജാഗ്രത, അനാവശ്യ ഇടപെടലുകൾ, അതേക്കുറിച്ചൊക്കെ കൃത്യമായി വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു നിവേദനമാണോ നൽകിയിരിക്കുന്നത്? ജി സുരേഷ് കുമാർ എന്താണ് പറയുന്നത്? ഉറപ്പായും അങ്ങനെ തന്നെയാണ് സുജയ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധിയാണ് സുരേഷ് കുമാർ. എന്നാൽ വിവിധ സംഘടനകളുടെ, അമ്മയുടെയും ഫെഫ്കയുടെയും നിർമ്മാതാക്കളുടെ അസോസിയേഷന്റെയും ഒക്കെ സംയുക്തമായിട്ടുള്ള തയ്യാറാക്കിയ ഒരു നിവേദനമാണ് അശ്വിനി വൈഷ്ണവിന് നൽകിയത് എന്ന് ജി സുരേഷ് കുമാർ വ്യക്തമാക്കുന്നു. എല്ലാത്തിന്റെയും തുടക്കം എംപുരാനിൽ നിന്നായിരുന്നു എന്ന് സുരേഷ് കുമാർ പറയുകയാണ്. അമിത ജാഗ്രതയാണ് സെൻസർ ബോർഡ് ഈ ജാനകി സിനിമ വിഷയത്തിൽ കാണിക്കുന്നത്. സെൻസർ ബോർഡിലെ ചിലർ സെൻസില്ലാതെ പെരുമാറുന്നതും പ്രശ്നമുണ്ടാക്കുന്നതുമാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ കാരണം എന്നുകൂടി ജി സുരേഷ് കുമാർ പറഞ്ഞു വെക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം സുരേഷ് ഗോപിയെ കുറിച്ചാണ്. സുരേഷ് ഗോപി കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ പരിമിതികൾ ഉണ്ടാകും, പക്ഷേ സുരേഷ് ഗോപിക്ക് കൃത്യമായ അമർഷം സുരേഷ് ഗോപിയുടെ ഉള്ളിലുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി തങ്ങളൊക്കെ ശബ്ദം ഉയർത്തും എന്നുകൂടി സുരേഷ് കുമാർ പറഞ്ഞു വെക്കുന്നു. ഏതായാലും വിഷയം കേന്ദ്ര മന്ത്രിസഭയുടെയൊക്കെ ഭാഗമായി കേന്ദ്ര മന്ത്രി അശ്വിനി വൈഷ്ണവിന് നിവേദനം നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കൃത്യമായി സെൻസർ ബോർഡിലെ സെൻസില്ലാതെ ചിലർ അമിത ജാഗ്രത കാണിക്കുന്നത് പ്രശ്നമാണെന്ന് കൂടി നിവേദനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്ന വിവരം. സുജയ. ഓക്കെ, ആദിൽ പാലോടാണ് വിവരങ്ങൾ നൽകിയത്. ഈ നിവേദനത്തിൽ പരിഹാരമുണ്ടാകുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം. ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയുടെ കാര്യത്തിൽ അടുത്ത തീരുമാനം എന്തെന്നറിയാൻ നമുക്ക് ഉറ്റുനോക്കാം.